ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്ന് ചേരുകയാണ്. ലെവിൻ, രാഷ്ട്രീയ കേരളത്തിന്റെ ഒന്നാകെ ശ്രദ്ധയുള്ള സ്ഥലമാണ് തൃശൂർ. തൃശൂർ എന്ത് സംഭവിക്കുമെന്നറിയാൻ എല്ലാവർക്കും വലിയ കൗതുകമുണ്ട്. എങ്ങനെയുണ്ട് ശക്തന്റെ നഗരിയിൽ കൊട്ടിക്കലാശം? കേൾക്കുന്നില്ലേ? ഒരു മാസം നീണ്ടു നിന്ന കാടിനക്കിയുള്ള പ്രചരണത്തിന് ശേഷം തൃശ്ശൂർ അതിന്റെ മുഴുവൻ ആവേശങ്ങളിലേക്കും എത്തി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് സ്വരാജ് ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നത്. തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിൽ വടക്കുംനാഥൻ ക്ഷേത്രത്തിന് മുന്നിൽ 3 മുന്നണികൾക്കുമായി വിവിധ സ്ഥലങ്ങൾ അരിയിൽ കൊടുത്തുകൊണ്ട് പോലീസ് വിപുലമായ സൗകര്യങ്ങളാണ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. 3 പാർട്ടികൾക്കും 3 മുന്നണികൾക്കുമായി വേറിട്ട സ്ഥലങ്ങൾ നടത്തുന്നു. വിവിധ സ്ഥലങ്ങളിലെ കോർപ്പറേഷൻ പരിധിയിലും വിവിധ സോണലുകളിലും സ്ഥലങ്ങളിലായി ഇതേ സമയത്ത് തന്നെ കൊട്ടിക്കലാശത്തിന്റെ പരിപാടികൾ തുടങ്ങുകയാണ്. ഔദ്യോഗികമായ തുടക്കം കൊട്ടിക്കലാശത്തിനായി എന്ന് പറയാൻ കഴിയില്ല. ഇതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. വിവിധ പാർട്ടികളും പാർട്ടി മുന്നണി പ്രവർത്തകരുമെല്ലാം എത്തിച്ചേരുന്നതേയുള്ളൂ. BJPയുടെ കൊട്ടിക്കലാശത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ജോസ് തിയേറ്ററിന് മുൻവശത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മുന്നണി പാർട്ടി പ്രവർത്തകരും മറ്റും ഇവിടേക്ക് എത്തിച്ചേരുന്നതേയുള്ളൂ. അതോടൊപ്പം തന്നെ വലിയ മറ്റ് പാർട്ടികളുടെയും മുന്നണികളുടെയും ഒക്കെ സമയം ആകുന്നതേയുള്ളൂ. അല്ലെങ്കിൽ 5 മണിയോടുകൂടി കൂടുതൽ കളറാകും. വിപുലമായ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വലിയ തയ്യാറെടുപ്പുകളും മറ്റും നടന്നിട്ടുള്ളത്. നമുക്കൊപ്പം BJPയുടെ മുതിർന്ന നേതാക്കളെല്ലാം ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. MD രമേശ്, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് കടന്ന് കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരിക്കുന്നു. എത്രമാത്രം ആവേശത്തിലാണ് പ്രവർത്തകർ? എന്തെല്ലാമാണ് BJPയുടെ പ്രതീക്ഷകൾ? തൃശ്ശൂരിൽ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെന്റിൽ ഞങ്ങൾ കൈവരിച്ചിട്ടുള്ള വിജയം ഈ തിരഞ്ഞെടുപ്പിലും പ്രാദേശിക തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയ മുന്നേറ്റമായിരിക്കും ഇപ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലുടനീളം BJPക്ക് ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മൊത്തത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ നേട്ടം തന്നെ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ്. LDFും UDFും മാത്രമേ കേരളത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം ഇപ്രാവശ്യം മാറും. ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിലെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ലക്ഷ്മി, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും ഓരോ നേതാക്കളും ഉള്ളത്. അവരെല്ലാവരുടെയും നേതൃത്വത്തിൽ, ഇങ്ങനെ പാർട്ടി നേതാക്കളുടെയും മുന്നണി നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് വിപുലമായ തെരഞ്ഞെടുപ്പും മറ്റും നടന്നത്. നമ്മളോടൊപ്പം സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി അവസാന സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നു. പ്രതീക്ഷ എത്രത്തോളമുണ്ട്? പ്രതീക്ഷ എത്രത്തോളം പ്രതീക്ഷയിലാണ്? വൺ വിജയമാണ് ഉണ്ടാവുക BJPക്ക്. ഒരു കാരണവശാലും പിന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വൺ വിജയത്തിലാണ് BJP. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. എന്നാലും വിജയാശംസകൾ. ലക്ഷ്മി, ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് 14 ലക്ഷത്തിൽ പരം സ്ത്രീ വോട്ടർമാരുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. 27 ലക്ഷം വോട്ടർമാരുണ്ട്. അതിൽ 57,000 പരം വോട്ടർമാർ കന്നി വോട്ടർമാരാണ്, ജെൻസി വോട്ടർമാരാണ്. അങ്ങനെ പുതിയ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സെമി ഫൈനൽ എന്ന് കണക്കാക്കാവുന്ന വിധത്തിലുള്ള വലിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായി എമ്പാടും നടക്കുന്നത്. 7,000 പരം വാർഡുകളിലേക്കാണ് 7,000 പരം സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ ജനവിധി നേടുന്നത്. വിവിധ സ്ഥലങ്ങളിലായി ആകെ 111 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7,208 സ്ഥാനാർത്ഥികൾ വിവിധ മുന്നണികൾക്ക് വേണ്ടി തൃശ്ശൂരിൽ മത്സരിക്കുന്നു. ജില്ലയിലെ ആകെ വോട്ടർമാർ 27,36,817 പേരാണ്. സ്ത്രീ വോട്ടർമാർ 14,59,670 പേരും, പുരുഷ വോട്ടർമാർ 12,71,020 പേരും, കന്നി വോട്ടർമാർ 54,204 പേരാണ്. അങ്ങനെ 111 തദ്ദേശ സ്ഥാപനങ്ങൾ, ഒരു കോർപ്പറേഷൻ, 86 പഞ്ചായത്തുകൾ, 13 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 30 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ. അങ്ങനെ വിപുലമായ വലിയ തെരഞ്ഞെടുപ്പ് ആവേശമായിരുന്നു ജില്ലയിലെമ്പാടും ഉണ്ടായിരുന്നത്. ആ ആവേശത്തിന്റെ കൊട്ടിക്കലാശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. NDA കേന്ദ്രത്തിന് നിശ്ചയിച്ചിരിക്കുന്ന തൃശ്ശൂർ ജോസ് തിയേറ്ററിന് മുൻവശത്ത് നിന്നുള്ള
തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ പൂർണ്ണമായും സ്ഥാനാർത്ഥികൾ പൂർണ്ണമായും ഇവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് ആദ്യ മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ തന്നെ തൃശ്ശൂരിലാകെ വലിയ ആവേശമാണ്. ഒരു വശത്ത് കോൺഗ്രസും വിപുലമായ സന്നാഹങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. മറുവശത്ത് LDFിന്റെ നേതൃത്വത്തിൽ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. പുലികളെയും മറ്റുമൊക്കെ ഇറക്കി തൃശ്ശൂരിന്റെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന തരത്തിലുള്ള കൊട്ടിക്കലാശ സന്നാഹങ്ങളും മറ്റുമൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഒരു തരത്തിലും പറയാം. നേരത്തെ തന്നെ നമുക്കറിയാം തൃശ്ശൂരിന്റെ ആവശ്യമാണ് പുലികൾ. ആ പുലികളൊക്കെ ഈ കൊട്ടിക്കലാശത്തിലും തെരഞ്ഞെടുപ്പിലുമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറുവശത്തും ആളുകൾ സംഘടിക്കുന്നുണ്ട്, വലിയ തോതിലുള്ള ആവേശമുണ്ട്. ഏതായാലും തൃശ്ശൂരിലെ കൊട്ടിക്കലാശത്തിന്റെ ആദ്യ മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ തന്നെ മുന്നണി പ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്കുമൊക്കെ വലിയ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലക്ഷ്മി. ശരി ലെവിൻ. ശാന്തകുമാർ വെള്ളാലത്ത്, മലപ്പുറം